കാള രമേശിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനുണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്ത തരം കാളത്തലകൾ, അതുപോലെ കാളകളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാളയാണത്. അതിൻ്റെ ഒരു തല ഇതാ അവിടെ ഇരിക്കണം. ഇത് കീരിക്കാട് എന്നാണ് ഈ കാളയുടെ മോഡൽ. നല്ല വെയിറ്റുള്ള ഒരു കാളയാണ്. മൾട്ടിവുഡും ഫൈബറും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ. ഫൈബർ തലകളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സംഗതിയാണത്. ഇനി കാളത്തലകളിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ചെറിയ കാള ഉണ്ടാക്കി കൊടുത്തിരുന്നുണ്ട്. അത് കസ്റ്റമറിൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ചൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഞാൻ എൻ്റെ ഒരു പ്രാന്തിൻ്റെ പുറത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നതാണ്. എന്നിട്ടത് വീഡിയോ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതാണ് സാധനം ഉള്ളത്, കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 6 ടൈപ്പ് കാളത്തലകളാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ സാധനങ്ങൾ പകുതി പണി മുക്കാൽ പണിയൊക്കെ ഇട്ടുണ്ട്. ഇതും എല്ലാം ഫുള്ള് പണി കഴിഞ്ഞ കാളത്തലകളല്ല എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരികയാണ്. ഇതിലിപ്പോൾ ആദ്യത്തെ ഒരു സംഭവം ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയൊരു ഇത് പറയാം. ഇതൊക്കെ ഫൈബറാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഫൈബറാണ്. ഈ കാളത്തലകളൊക്കെ. അപ്പോൾ ഇതാണ് പുതുതായിട്ട് നമ്മൾ ഉള്ള കയ്യിലുള്ള സാധനം. ഇത് മണിക്കുട്ടൻ എന്നാണ് അതിൻ്റെ പേര്. ഇത് മൊത്തം ഉരച്ച് വൃത്തിയാക്കി പെയിൻ്റ് അടിക്കണം. ഇതൊന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. ആണ് മണിക്കുട്ടൻ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. പിന്നെ വേറൊരു സാധനമുള്ളത് ഇതാണ് നമ്മുടെ കീരിക്കാടൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ താല്പര്യമായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പ് ഈ കൊമ്പ് ഇതിലേക്ക് വെക്കുമ്പോൾ അത് വേറൊരു രീതിയിലുള്ള ഒരു കാളയായിട്ട് മാറും. ഇങ്ങനെയല്ല, കുറച്ച് എനിക്ക് രണ്ടും കൂടി വീഡിയോ എടുക്കണതും ഇതും കൂടി നടക്കണില്ല ഒരുമിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ്. എന്തായാലും ഇത് വലിയ കൊമ്പ് ഇതിൽ വരുമ്പോൾ വേണ്ട ഇങ്ങനെ ഒരു സാധനമായിട്ട് വരും ഇത്. അപ്പോൾ അത് മാർക്കോണി എന്ന പേരുള്ള വേറൊരു ഡിസൈൻ കാളയായിട്ട് മാറും. ഇതാണ് ദിഗംബരനാണ് ഈ സാധനം. ഇതിൻ്റെ പേരാണ് ദിഗംബരൻ. ഇത് മൊത്തം റെഡിയാക്കി സെറ്റാക്കി ഉരച്ച് വൃത്തിയാക്കി കുറച്ചുകൂടി പണി ഒക്കെ ഇതിൽ ചെയ്യാനുണ്ട്. ഇതാണ് സംഭവം. ഈ സാധനമാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയ ഒരു കാളത്തല ഫൈബറിൽ കാണണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണത്. ഇപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സാധനം കേട്ടോ. ഇതിൻ്റെ പിന്നെ ചെവി നമ്മൾ മാറ്റിയിട്ട് ഇതുപോലെ ചെരിഞ്ഞ് നിൽക്കണം ചെവിയായിട്ടുള്ള ഒരു കോലത്തിൽ സാധനം ഇതിനെ മാറ്റി. അതിൻ്റെ പേരായിരുന്നു അമ്പത്തൂർ സിംഗം. ഈ അമ്പത്തൂർ സിംഗത്തിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്പത്തൂർ സിംഗം അതിൻ്റെ ഈ കൊമ്പുണ്ടല്ലോ ഇവിടെ സാധനം, ഇത് നീല കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ ഇറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് ഇതുവരെയൊക്കെ വരും. അപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളിത് അതിക്ക് വെക്കുമ്പോൾ, ഇത് ഞാൻ കട്ട് ചെയ്തതാണ്, ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് പരീക്ഷണത്തിൽ നിന്നാണ് മുമ്പ്. അത് വേറൊരു സാധനം. അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ വളർന്നിക്കണ രീതിയിലുള്ള 2 കൊമ്പുകളായിട്ട് മാറും. അതായത് ഈ ബിഗ് ബിയുടെ കൊമ്പിലുള്ള പോലുള്ള ആ സാധനം ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ ഇത് വേറൊരു സാധനം, ഇത് പടയപ്പയായിട്ട് മാറും. അപ്പോൾ ഇത് അമ്പത്തൂർ സിംഗം, ചെവി ചെരിഞ്ഞൊരു അമ്പത്തൂർ സിംഗം. ഇത് ദിഗംബരൻ, ഇത് ചെരിഞ്ഞ ചെവിയായിരിക്കും. ഇതുപോലെയല്ല, ഇതുപോലുള്ള ചെവിയായിരിക്കും. ഈ സാധനമാണ്. അപ്പം അങ്ങനെ മൊത്തം 6 ടൈപ്പ് കാളത്തലകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചെറിയ കാളകളൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വലുപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുൾ കാളയായിട്ടും നമ്മൾ പണിയും, അതേപോലെ കാളത്തലകൾ ആയിട്ട് ഫുൾ ഫൈബർ കാളത്തലകളായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു പ്രാന്തിൻ്റെ പുറത്ത് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഓരോരുത്തർക്കും ഇപ്പോൾ പ്രത്യേക ടൈപ്പ് കാളത്തലകളാവും ചിലർക്ക് ഇഷ്ടം, വേറെ ചിലർക്ക് വേറെ ടൈപ്പ് കാളത്തലകളാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ. ഞാൻ ചെറിയൊരു കാള ഉണ്ടാക്കിയിരുന്നു. അതൊരു കസ്റ്റമർ വന്നപ്പോൾ നമ്മളത് കൊടുത്തു. അത് വളരെ ചെറിയൊരു കാളത്തല ഉണ്ടായിരുന്നു. കാളത്തലല്ല, ഫുൾ കാള. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനമൊക്കെ നല്ല ബലമുള്ളതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ. അപ്പോൾ 6 ടൈപ്പ് കാളത്തലകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കാളകൾ ഉണ്ടാക്കി കൊടുക്കും. കുട്ടിക്കാളകളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത കൊല്ലം സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് വലിയ ഒരു കാവിക്ക് കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളാണ് അല്ലേ, അത്രയേ ഉള്ളൂ.